എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് 9 ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി കഥ കേട്ടുകൊണ്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. സിദ്ധാർത്ഥൻ എന്നൊരു രാജകുമാരന്റെ കഥ. എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി ജീവിച്ചിട്ടും അദ്ദേഹത്തിന് ഒരു സന്തോഷവും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം അദ്ദേഹം തന്റെ രഥത്തിൽ നഗരത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം 4 കാഴ്ചകൾ കണ്ടു. ആദ്യം അവശനായൊരു വൃദ്ധനെ കണ്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ രോഗം ബാധിച്ച് വിറക്കുന്ന ഒരാളെ കണ്ടു. അതിനുശേഷം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ആളുകൾ ചുമന്നുകൊണ്ടുപോകുന്ന ഒരു മൃതദേഹം അദ്ദേഹം കണ്ടു. ഈ ദുഃഖകരമായ കാഴ്ചകൾക്ക് ശേഷം അദ്ദേഹം ഒരു സന്യാസിയെ കണ്ടു. ഇംഗ്ലീഷ് മോങ്ക്. ഒരു ഭൗതിക ദുഃഖങ്ങളുമില്ലാതെ ശാന്തനും സന്തുഷ്ടനുമായി കാണപ്പെട്ട ആ സന്യാസി സിദ്ധാർത്ഥനെ ആകർഷിച്ചു. അങ്ങനെയാണ് സന്യാസമാണ് സമാധാനം നേടാനുള്ള വഴിയെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നത്. ചുറ്റുമുള്ള മനുഷ്യരുടെ ദുരിതങ്ങളുടെ കാരണം തേടി അദ്ദേഹം യാത്രയായി. പിന്നീട് ജ്ഞാനോദയം നേടി ഗൗതമബുദ്ധൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. ഇന്ത്യയിൽ BC 6ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനായ തത്വചിന്തകനായിരുന്നു ഗൗതമബുദ്ധൻ. ഈ 6ാം നൂറ്റാണ്ട് ലോകചരിത്രത്തിലെ ഒരു സുപ്രധാന കാലഘട്ടമായിരുന്നു കേട്ടോ. ഇന്ത്യയിൽ വർദ്ധമാൻ മഹാവീരനും ഗൗതമബുദ്ധനും, ഇറാനിൽ സൊറാസ്റ്ററും, ചൈനയിൽ കൺഫ്യൂഷ്യസും, ഗ്രീസിൽ ഹെറാക്ലീറ്റസും പുതിയ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ഈ കാലത്താണ്. അതോടൊപ്പം സാമ്പത്തികവും രാഷ്ട്രീയവുമായ രംഗങ്ങളിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഇന്ത്യയിൽ ഗംഗാതടം കേന്ദ്രീകരിച്ചാണ് ഈ പുതിയ ആശയങ്ങൾ പ്രധാനമായും ഉയർന്നുവന്നത്. അതിന് ചില കാരണങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്നറിയാമോ? 1. ഇരുമ്പുകൊണ്ടുള്ള ഉപകരണങ്ങളുടെ വ്യാപകമായ ഉപയോഗം. ഇംഗ്ലീഷ് വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് അയൺ ടൂൾസ്. 2. കാർഷിക ഉൽപ്പാദനത്തിലെ വർധനവ്. ഇംഗ്ലീഷ് ഇൻക്രീസ്ഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. 3. കച്ചവടത്തിന്റെയും നഗരങ്ങളുടെയും വളർച്ച. ഇംഗ്ലീഷ് ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് സിറ്റീസ്. BC 6ാം നൂറ്റാണ്ടോടെ ഗംഗാതടത്തിൽ കൃഷിയും കന്നുകാലി വളർത്തലും അടിസ്ഥാനമാക്കിയുള്ള ഒരു സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥ രൂപപ്പെട്ടു. ഇത് വേദകാലത്തെ ആചാരങ്ങളുമായി പൊരുത്തപ്പെടുന്നതായിരുന്നില്ല. വേദകാലത്തെ യാഗങ്ങൾക്കും മൃഗബലിക്കും വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. എന്നാൽ കൃഷിക്ക് കന്നുകാലികളെ ആവശ്യമായിരുന്നു. നിലമുഴാനും സാധനങ്ങൾ കൊണ്ടുപോകാനുമെല്ലാം മൃഗങ്ങളെ വേണം. അപ്പോൾ യാഗങ്ങൾക്കായി വലിയ തോതിൽ മൃഗങ്ങളെ കൊന്നൊടുക്കുന്നത് കൃഷിയെ മോശമായി ബാധിച്ചു. ഇത് ജനങ്ങളെ വേദകാല ആചാരങ്ങൾക്കെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. കണ്ടോ, മാറ്റങ്ങൾ വരുന്നത് കണ്ടോ? അതുപോലെ കച്ചവടത്തിലൂടെ സാമ്പത്തികമായി മുന്നേറിയ വൈശ്യന്മാർ സമൂഹത്തിൽ ഉയർന്ന പദവി ആഗ്രഹിച്ചു. വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്ത് പുതിയ വിഭാഗങ്ങൾ ഉയർന്നുവന്നു. അതിൽ പ്രധാനപ്പെട്ടവരായിരുന്നു ഗഹപതികൾ. അവർ കച്ചവടം ചെയ്യുകയും ഭൂമി സ്വന്തമാക്കുകയും ചെയ്ത ധനികരായിരുന്നു. ഈയൊരു സാമൂഹിക പശ്ചാത്തലത്തിലാണ് പുതിയ ആശയങ്ങളും തത്വചിന്തകളും രൂപപ്പെട്ടത്. അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു ജൈനമതവും ബുദ്ധമതവും. ഈ പുതിയ ആശയങ്ങൾക്ക് വൈശ്യന്മാരുടെയും ഗഹപതികളുടെയും പിന്തുണ ലഭിച്ചു. അപ്പോൾ കാർഷിക സമ്പദ്വ്യവസ്ഥയുടെ വളർച്ച എങ്ങനെയാണ് പുതിയ ആശയങ്ങളുടെ ഉദയത്തിന് കളമൊരുക്കിയെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? ഇനി നമുക്ക് ജൈനമതത്തെക്കുറിച്ച് പഠിക്കാം. ബീഹാറിലെ വൈശാലിക്കടുത്തുള്ള കുണ്ട ഗ്രാമത്തിലാണ് വർദ്ധമാൻ മഹാവീരൻ ജനിച്ചത്. ജൈനമത വിശ്വാസപ്രകാരം മഹാവീരൻ 24ാമത്തെ തീർത്ഥങ്കരനാണ്. എന്താണ് തീർത്ഥങ്കരൻ? സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ജൈനമതത്തിൽ ആകെ 24 തീർത്ഥങ്കരന്മാരുണ്ട്. ആദ്യത്തെ തീർത്ഥങ്കരൻ ഋഷഭദേവനായിരുന്നു. 23ാമത്തെ തീർത്ഥങ്കരൻ പാർശ്വനാഥനായിരുന്നു. 24ാമത്തെയും അവസാനത്തെയും തീർത്ഥങ്കരനായിരുന്നു വർദ്ധമാൻ മഹാവീരൻ. പാർശ്വനാഥിന്റെ തത്വങ്ങളോടൊപ്പം സ്വന്തം തത്വങ്ങൾ കൂടി ചേർത്താണ് മഹാവീരൻ ജൈനമത ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. അദ്ദേഹം മഹാവീരൻ എന്നും ജിനനെന്നും അഥവാ ജയിച്ചവൻ അഥവാ ഇന്ദ്രിയങ്ങളെ കീഴടക്കിയവൻ എന്നും അറിയപ്പെട്ടു. അദ്ദേഹം പാട്നയ്ക്കടുത്തുള്ള പാവയിൽ വെച്ച് നിർവ്വാണം പ്രാപിച്ചു. എന്തൊക്കെയായിരുന്നു ജൈനമതത്തിന്റെ പ്രധാന തത്വങ്ങൾ? 1. ഈ ലോകത്തിലെ എല്ലാത്തിനും ജീവനുണ്ട്. 2. ഒരു ജീവിയെയും ഉപദ്രവിക്കരുത്, അഹിംസ. 3. ഓരോരുത്തരുടെയും കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനനവും പുനർജന്മവും തീരുമാനിക്കപ്പെടുന്നത്. വേദങ്ങളുടെ ആധികാരികതയെ നിഷേധിച്ച മഹാവീരൻ മോക്ഷം നേടുന്നതിനായി 3 തത്വങ്ങൾ മുന്നോട്ടുവെച്ചു. സത്യവിശ്വാസം അഥവാ ശരിയായ വിശ്വാസം, സത്യജ്ഞാനം അഥവാ ശരിയായ അറിവ്, സത്യകർമ്മം അഥവാ ശരിയായ പ്രവൃത്തി. ഇവ ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നു. മഹാവീരൻ തന്റെ ആശയങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചത് പ്രാകൃത് എന്ന സാധാരണക്കാരുടെ ഭാഷയിലായിരുന്നു. ജൈനമതത്തിലെ സന്യാസിമാർ 5 പ്രധാന വ്രതങ്ങൾ അനുഷ്ഠിക്കണമായിരുന്നു. ഒന്നിനെയും കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്,
സ്വത്ത് സമ്പാദിക്കരുത്, ബ്രഹ്മചര്യം പാലിക്കണം. പിന്നീട് ജൈനമതം ശ്വേതാംബരന്മാർ, ദിഗംബരന്മാർ എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞു. ജൈനമതം ഊന്നൽ നൽകിയ അഹിംസാ സിദ്ധാന്തം ഇന്ത്യൻ തത്വചിന്തയെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് കേട്ടോ. ജൈനമതം കേരളത്തിലും എത്തിയിരുന്നു കേട്ടോ. വയനാട് കേരളത്തിലെ ഒരു പ്രധാന ജൈനമത കേന്ദ്രമായിരുന്നു. ഇന്നും അവിടെ ജൈനക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണാം. ഇനി നമുക്ക് ദുരിതങ്ങളുടെ കാരണം തേടിയിറങ്ങിയ ഗൗതമ ബുദ്ധനിലേക്ക് തിരികെ വരാം. ബുദ്ധന്റെ പഠിപ്പിക്കലുകളും തത്വങ്ങളും വളരെ സുലഭവും പ്രായോഗികവുമായിരുന്നു. അദ്ദേഹം വേദങ്ങളെയും യാഗങ്ങളെയും ജാതിവ്യവസ്ഥയെയും നിരാകരിച്ചു. അദ്ദേഹത്തിന്റെ അഹിംസ എന്ന ആശയം ഗംഗാതടത്തിലെ പുതിയ സാഹചര്യങ്ങൾക്ക് വളരെ അനുയോജ്യമായിരുന്നു. കൃഷിക്ക് കന്നുകാലികളെ ആവശ്യമായ കാലത്ത് യാഗങ്ങളുടെ പേരിൽ അവയെ കൊന്നൊടുക്കുന്നതിനെതിരെയുള്ള ബുദ്ധന്റെ നിലപാട് കർഷകരെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചു. ബുദ്ധനും തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് സാധാരണക്കാരുടെ ഭാഷയായ പാലി ഭാഷയിലായിരുന്നു. നമുക്ക് ബുദ്ധന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളൊന്ന് നോക്കിയാലോ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥൻ എന്നായിരുന്നു. നേപ്പാളിലെ കപിലവസ്തുവിലുള്ള ലുംബിനിയിലാണ് അദ്ദേഹം ജനിച്ചത്. ബീഹാറിലെ ബോധ് ഗയയിൽ വെച്ച് അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചു. അദ്ദേഹം തന്റെ ആദ്യത്തെ പ്രഭാഷണം നടത്തിയത് സാരാനാഥിൽ വെച്ചായിരുന്നു. കുശിനഗരയിൽ വെച്ച് അദ്ദേഹം നിർവ്വാണം പ്രാപിച്ചു. ബുദ്ധന്റെ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയായിരുന്നു? ജീവിതം ദുഃഖം നിറഞ്ഞതാണ്. ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം. ആഗ്രഹങ്ങളെ ഇല്ലാതാക്കിയാൽ ദുഃഖമില്ലാതാക്കാം. ഇത് നേടുന്നതിനായി അഷ്ടാംഗമാർഗം പിന്തുടരണം. എന്താണ് ഈ അഷ്ടാംഗമാർഗം? ശരിയായ കാഴ്ചപ്പാട്, ശരിയായ ലക്ഷ്യം, ശരിയായ വാക്ക്, ശരിയായ പ്രവൃത്തി, ശരിയായ ജീവിത രീതി, ശരിയായ പരിശ്രമം, ശരിയായ അവബോധം, ശരിയായ ധ്യാനം. ഈ അഷ്ടാംഗമാർഗം മധ്യമമാർഗം എന്നും അറിയപ്പെടുന്നു. അതായത് കഠിനമായ സന്യാസ ജീവിതത്തിനും ആഡംബര ജീവിതത്തിനും ഇടയിലുള്ള ഒരു മാർഗം. ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിനായി സംഘങ്ങൾ രൂപപ്പെടുത്തി. ജാതി ലിംഗഭേദമന്യേ എല്ലാവർക്കും സംഘത്തിൽ പ്രവേശനമുണ്ടായിരുന്നു. സംഘത്തിലെ സ്ത്രീകളെ ഭിക്ഷുണികളും പുരുഷന്മാരെ ഭിക്ഷുക്കളും എന്ന് വിളിച്ചു. ചർച്ചകളിലൂടെയും ബഹുമതി അഭിപ്രായത്തിലൂടെയുമാണ് സംഘത്തിൽ തീരുമാനങ്ങൾ എടുത്തിരുന്നത്. ഇത് നമ്മുടെ ഇന്നത്തെ ജനാധിപത്യം പോലെയുണ്ടല്ലേ? ബുദ്ധൻ പറയുന്നുണ്ട്, നദികൾ സമുദ്രത്തിൽ ചേരുമ്പോൾ ഒന്നായിത്തീരുന്നതുപോലെ ബുദ്ധസംഘത്തിൽ അംഗമാകുന്ന ഒരാൾക്ക് അവന്റെ പേരും ജാതിയും സ്ഥാനവും കുടുംബവും നഷ്ടപ്പെടുന്നു. പിന്നീട് ബുദ്ധമതം മഹായാനം, ഹീനയാനം എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞു. മഹായാന വിഭാഗക്കാർ ബുദ്ധനെ ദൈവമായി ആരാധിച്ചു. ബുദ്ധന്റെ ഭൗതിക അവശിഷ്ടങ്ങളോ അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത സ്ഥലങ്ങളിൽ നിർമ്മിച്ച കെട്ടിടങ്ങളാണ് സ്തൂപങ്ങൾ. അർദ്ധഗോളാകൃതിയിലുള്ള ഈ സ്തൂപങ്ങൾ കൊത്തുപണികളാൽ സമ്പന്നമാണ്. സാഞ്ചി, സാരാനാഥ് സ്തൂപങ്ങൾ പ്രശസ്തമാണ്. പുരാതന ലോകം ഇന്ത്യയെ തിരിച്ചറിഞ്ഞത് ബുദ്ധമതത്തിലൂടെയാണ്. ബുദ്ധമതം ശ്രീലങ്ക, ചൈന, ജപ്പാൻ, ബർമ, ടിബറ്റ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. ബുദ്ധമത വിശ്വാസങ്ങൾ കേരളത്തിലും പ്രചാരത്തിലുണ്ടായിരുന്നു കേട്ടോ. പുരാതന തമിഴ് കൃതിയായ മണിമേഖലയിലെ നായിക മണിമേഖല ബുദ്ധമതം സ്വീകരിച്ചതായി പറയപ്പെടുന്നു. കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും ബുദ്ധപ്രതിമകളും മറ്റവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ചില മലയാള വാക്കുകളും സ്ഥലപ്പേരുകളും ബുദ്ധമത സ്വാധീനം സൂചിപ്പിക്കുന്നു. പള്ളി എന്ന വാക്കുതന്നെ അതിനൊരുദാഹരണമാണ്. ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ട മറ്റൊരു ചിന്താധാരയായിരുന്നു ഭൗതികവാദം. അജിത കേശകാമ്പലിനായിരുന്നു ഇതിന്റെ പ്രചാരകൻ. എല്ലാ മതപരമായ ആചാരങ്ങളും അർത്ഥശൂന്യമാണെന്നും ഇഹലോകമോ പരലോകവും ഇല്ലെന്നും ഭൗതികവാദികൾ വാദിച്ചു. മനുഷ്യൻ 4 ഘടകങ്ങളാൽ നിർമ്മിതനാണെന്നും മരിക്കുമ്പോൾ അവ അതാത് ഘടകങ്ങളിൽ ലയിച്ചു ചേരുന്നു എന്നുമായിരുന്നു അവരുടെ ആശയം. പുതിയ ആശയങ്ങൾ രൂപപ്പെട്ട അതേ കാലഘട്ടത്തിൽ രാഷ്ട്രീയ രംഗത്തും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു. വേദകാലത്ത് നിലനിന്നിരുന്ന ഗോത്ര സാമൂഹിക വ്യവസ്ഥയിൽ മാറ്റങ്ങൾ വന്നു. കൃഷി വ്യാപകമായതോടെ ജന എന്നറിയപ്പെട്ടിരുന്ന ഗോത്രങ്ങൾ പലയിടത്തും സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി. ഈ പ്രദേശങ്ങൾ ജനപദങ്ങൾ എന്നറിയപ്പെട്ടു. ജനപദമെന്നാൽ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്നാണർത്ഥം. ജനപദങ്ങളിൽ കാർഷിക ഉത്പാദനം വർദ്ധിച്ചപ്പോൾ അത് കച്ചവടത്തിന്റെ വളർച്ചയ്ക്കും നഗരങ്ങളുടെ വികാസത്തിനും കാരണമായി. ഈ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കാൻ പുതിയ നിയമങ്ങൾ ആവശ്യമായി വന്നു. ഈ സാഹചര്യത്തിൽ ഗോത്രഭരണരീതി ഇല്ലാതായി പകരം പുതിയ രാഷ്ട്രരൂപീകരണത്തിന് വഴിതെളിഞ്ഞു. ബുദ്ധമതഗ്രന്ഥമായ അംഗുത്തര നികായത്തിൽ ഇത്തരത്തിൽ രൂപപ്പെട്ട 16 രാഷ്ട്രീയ ശക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവ
മഹാജനപദങ്ങൾ എന്നറിയപ്പെട്ടു. ചരിത്രകാരന്മാർ ഈ മാറ്റങ്ങളെ രണ്ടാം നഗരവൽക്കരണം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാശി, കോശലം, അങ്കം, മഗധ, വജ്ജി, മല്ല, ചേതി, വത്സ, കുരു, പാഞ്ചാലം, മത്സ്യ, ശൂരസേന, അശ്മകം, അവന്തി, ഗാന്ധാരം, കാംബോജം എന്നിവയായിരുന്നു 16 മഹാജനപദങ്ങൾ. ഈ മഹാജനപദങ്ങൾക്ക് കാര്യക്ഷമമായ നികുതി പിരിവ് സമ്പ്രദായവും ഒരു സ്ഥിരം സൈന്യവും സ്റ്റാൻഡിംഗ് ആർമിയും ഉണ്ടായിരുന്നു. പാലി ഗ്രന്ഥങ്ങളിൽ കാണുന്ന ബലി, ഭാഗ എന്നീ വാക്കുകൾ നികുതിയെയാണ് സൂചിപ്പിക്കുന്നത്. ധാന്യങ്ങളും കന്നുകാലികളുമായിരുന്നു പ്രധാനമായും നികുതിയായി നൽകിയിരുന്നത്. വനങ്ങളിൽ ജീവിക്കുന്നവർ വനവിഭവങ്ങൾ നികുതിയായി നൽകി. കരകൗശല തൊഴിലാളികൾ നിശ്ചിത ദിവസങ്ങളിൽ രാജാവിനു വേണ്ടി സൗജന്യമായി ജോലി ചെയ്തു. ഭരണം നടത്താൻ രാജാവിനെ സഹായിക്കാൻ സേനാനി, പുരോഹിതൻ, ഗ്രാമണി തുടങ്ങിയ നിരവധി ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. മഹാജനപദങ്ങൾക്ക് കോട്ടകളും തലസ്ഥാന നഗരങ്ങളും ഉണ്ടായിരുന്നു. ഈ 16 മഹാജനപദങ്ങൾ ആധിപത്യത്തിനായി നിരന്തരം യുദ്ധങ്ങളിൽ ഏർപ്പെട്ടു. അതിൽ അവസാനം വിജയിച്ചത് ആരാണെന്നറിയാമോ? മഗധയായിരുന്നു അത്. ആവേശത്തോടെ. എന്തുകൊണ്ടായിരിക്കും മഗധയ്ക്ക് ഇത്രയും ശക്തമാകാൻ കഴിഞ്ഞത്? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, മഗധ നല്ല മഴ ലഭിക്കുന്ന ഫലഭൂയിഷ്ഠമായ ഒരു പ്രദേശമായിരുന്നു. 2, അവിടെ വലിയ തോതിൽ ഇരുമ്പയിര് നിക്ഷേപം, അയൺ ഓർ ഡെപ്പോസിറ്റ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആയുധങ്ങളുണ്ടാക്കാൻ ആവശ്യമായ ഇരുമ്പ് എളുപ്പത്തിൽ കിട്ടി. 3, യുദ്ധങ്ങൾക്ക് അത്യാവശ്യമായിരുന്ന ആനകൾ മഗധയിലെ വനങ്ങളിൽ സുലഭമായിരുന്നു. 4, ഗംഗയും അതിന്റെ പോഷകനദികളും ജലഗതാഗതത്തിന് സൗകര്യമൊരുക്കി. 5ാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം ബിംബിസാരൻ, അജാതശത്രു തുടങ്ങിയ കഴിവുറ്റ ഭരണാധികാരികൾ മഗധയ്ക്കുണ്ടായിരുന്നു എന്നതാണ്. ഹര്യങ്ക രാജവംശം, ശിശുനാഗ രാജവംശം, നന്ദരാജവംശം എന്നിവരെല്ലാം മഗധ ഭരിച്ചു. നന്ദരാജവംശത്തിലെ അവസാന ഭരണാധികാരിയായിരുന്ന ധനനന്ദനെ പരാജയപ്പെടുത്തി BC 321 ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യസാമ്രാജ്യത്തിന് അടിത്തറയിട്ടു. മൗര്യസാമ്രാജ്യത്തിന്റെ തലസ്ഥാനം പാടലീപുത്രം, അതായത് ഇന്നത്തെ പാട്നയായിരുന്നു. ഗ്രീക്ക് സ്ഥാനപതിയായിരുന്ന മെഗസ്തനീസ് പാടലീപുത്രത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: ഇതൊരു വലുതും മനോഹരവുമായ നഗരമാണ്. ഇതിനു ചുറ്റുമൊരു വലിയ മതിലുണ്ട്. 64 പ്രവേശന കവാടങ്ങളും നിരവധി ഗോപുരങ്ങളുമുണ്ട്. 2 or 3 നിലകളുള്ള വീടുകൾ മരവും മൺകട്ടകളും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൗടില്യന്റെ അർത്ഥശാസ്ത്രം, അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങൾ, അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന നാണയങ്ങളെല്ലാം മൗര്യസാമ്രാജ്യത്തിന്റെ ചരിത്രം പഠിക്കാൻ നമ്മളെ സഹായിക്കുന്നു. കൗടില്യന്റെ അർത്ഥശാസ്ത്രം ഒരു രാജ്യത്തിന് 7 ഘടകങ്ങൾ അഥവാ സപ്താംഗങ്ങളുണ്ടെന്ന് പറയുന്നു. സ്വാമി, അമാത്യൻ, ജനപദം, ദുർഗം, കോശം, ദണ്ഡം, മിത്രം എന്നിവയാണ് അവ. മൗര്യസാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു അശോക ചക്രവർത്തി. അദ്ദേഹം കലിംഗം കീഴടക്കിയതോടെ മൗര്യസാമ്രാജ്യം കൂടുതൽ വിസ്തൃതമായി. എന്നാൽ കലിംഗയുദ്ധത്തിനു ശേഷം അശോകൻ യുദ്ധമുപേക്ഷിച്ചതായി ശാസനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു വലിയ മാറ്റമായിരുന്നു. പ്രജകൾക്കിടയിൽ സമാധാനവും സഹവർത്തിത്വവും നിലനിർത്താൻ അശോകൻ പ്രചരിപ്പിച്ച ആശയങ്ങൾ അശോകധമ്മ എന്നറിയപ്പെടുന്നു. എന്തൊക്കെയായിരുന്നു അശോകധമ്മയിലെ പ്രധാന ആശയങ്ങൾ? മറ്റു മതങ്ങളോട് സഹിഷ്ണുത കാണിക്കുക, മുതിർന്നവരെയും ഗുരുന്മാരെയും ബഹുമാനിക്കുക, അടിമകളോടും രോഗികളോടും ദയ കാണിക്കുക, വിശാലമായൊരു രാജ്യത്തിന്റെ കാര്യക്ഷമമായ ഭരണത്തിനും വിവിധ സാമൂഹിക വിഭാഗങ്ങളെ യോജിപ്പിച്ചു നിർത്താനുമുള്ള ഒരു നയമായിരുന്നു അശോകധമ്മ എന്ന് പ്രശസ്ത ചരിത്രകാരിയായ റോമില ഥാപ്പർ അഭിപ്രായപ്പെടുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അശോകന്റെ നിരവധി ശിലാശാസനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ബ്രാഹ്മി, ഖരോസ്തി, ആരാമിക് ലിപികളിലാണ് അവ എഴുതിയിരിക്കുന്നത്. 1838 ജെയിംസ് പ്രിൻസപ്പ് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഈ ശാസനങ്ങൾ ആദ്യമായി വായിച്ചത്. ശാസനങ്ങളിൽ മിക്കതിലും രാജാവിനെ ദേവനാംബിയ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആധുനിക ഇന്ത്യയിലെ ഒട്ടുമിക്ക ലിപികളും ബ്രാഹ്മി ലിപിയിൽ നിന്ന് ഉദ്ഭവിച്ചതാണ്. മലയാളം ലിപിയും അങ്ങനെ തന്നെ. മൗര്യഭരണം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. വിശാലമായ സാമ്രാജ്യത്തെ ഭരണസൗകര്യത്തിനായി പല പ്രവിശ്യകളായി തിരിച്ചിരുന്നു. ഈ പ്രവിശ്യകൾ ഗവർണർമാരുടെ നിയന്ത്രണത്തിലായിരുന്നു. തലസ്ഥാനമായ പാടലിപുത്രം ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. മൗര്യസൈന്യത്തിന് 5 വിഭാഗങ്ങളുണ്ടായിരുന്നു.
കാലാട്പട, കുതിരപ്പട, രഥങ്ങൾ, ആനകൾ, നാവികസേന. അക്കാലത്ത് കച്ചവടം വളരെയധികം പുരോഗമിച്ചിരുന്നു. വെള്ളിയും ചെമ്പും കൊണ്ട് നിർമ്മിച്ച മുദ്രാങ്കിത നാണയങ്ങൾ അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്നു. കര, കടൽ, നദികൾ എന്നിവയിലൂടെ സാധനങ്ങൾ കൊണ്ടുപോയി. ധാന്യങ്ങളും തുണിത്തരങ്ങളും ലോഹങ്ങളുമായിരുന്നു പ്രധാന കച്ചവട വസ്തുക്കൾ. ഇന്ത്യയിൽ ഈ മാറ്റങ്ങൾ നടക്കുമ്പോൾ യൂറോപ്പിലെ ഗ്രീസിലും സമാനമായ രാഷ്ട്രീയ മാറ്റങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഗ്രീസിൽ ഗ്രാമങ്ങൾ സുരക്ഷയ്ക്കും ഭരണത്തിനുമായി ഒന്നിച്ചു നിന്നു. ഇവ നഗരരാഷ്ട്രങ്ങൾ എന്നറിയപ്പെട്ടു. ഏഥൻസ്, സ്പാർട്ട, കൊറിന്ത തുടങ്ങിയവ ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങളായിരുന്നു. ഏഥൻസിൽ നിലനിന്നിരുന്ന ഭരണസമ്പ്രദായം ആധുനിക ജനാധിപത്യത്തോട് സാമ്യമുള്ളതായിരുന്നു. എന്നാൽ അവിടെ അടിമകൾക്ക്, സ്ത്രീകൾക്ക്, വിദേശികൾക്ക് എന്നിവർക്ക് പൗരത്വമുണ്ടായിരുന്നില്ല. ചിരിക്കുന്നു. അപ്പോൾ അതൊരു പൂർണ്ണ ജനാധിപത്യമായിരുന്നില്ല, അല്ലേ? ചുരുക്കത്തിൽ BC 6-ാം നൂറ്റാണ്ട് ചരിത്രത്തിൽ കാര്യമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു കാലഘട്ടമായിരുന്നു. ഭൗതിക ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ രാഷ്ട്രീയത്തിലും തത്വചിന്തയിലും പ്രതിഫലിച്ച് പുതിയ ആശയങ്ങൾ ഉയർന്നുവന്നു. ഈ ആശയങ്ങളും മാറ്റങ്ങളുമാണ് പിൽക്കാല മനുഷ്യചരിത്രത്തെ രൂപപ്പെടുത്തിയത്. പിന്നെ നമ്മുടെ ഈ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ചെറിയ ബാച്ച് സൈസിലാണ് ഹൈസ്കൂൾ ക്ലാസുകൾ ഉള്ളത്. അപ്പോൾ നല്ല മാർക്ക് വേണമെന്നുണ്ടോ? എങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളുടെ ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഉപയോഗിക്കുകയോ ചെയ്യുക. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ഫേസ് ടു ഫേസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയുവാൻ 800-606-6363 എന്ന നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും നന്നായി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.